നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കൊടുവള്ളിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. തുടർന്ന് അവിടെ നിന്നും വിജയിച്ച LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കാരാട്ട് റസാഖിനെ അയോഗ്യനാക്കിയും ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി കാരാട്ട് റസാഖിനെ അയോഗ്യനാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത്, അതേസമയം വിജയിയായി പ്രഖ്യാപിക്കണമെന്ന എതിർ സ്ഥാനാർത്ഥി MA റസാഖിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ജസ്റ്റിസ് എബ്രഹാം മാത്യൂസിന്റെ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 573 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കാരാട്ട് റസാഖ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി MA റസാഖ് മാസ്റ്ററെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ഡോക്യുമെന്ററി സൃഷ്ടിച്ചു പ്രചരണം നടത്തിയെന്നാണ് കാരാട്ട് റസാഖിനെതിരായ പരാതി. കാരാട്ട് റസാഖിന്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിലെ വോട്ടർമാരായ KP മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് കോടതിയിൽ ഹർജി നൽകിയത്. മുസ്ലിം ലീഗ് നേതാവായിരുന്ന കാരാട്ട് റസാഖ് അതായത് തിരഞ്ഞെടുപ്പിന് കുറച്ച് മുൻപായിരുന്നു ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത്. തുടർന്ന് വാശിയേറിയ മത്സരത്തിൽ 573 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കാരാട്ട് റസാഖ് കൊടുവള്ളിയിൽ വിജയിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിനെ ചെറുതായൊന്നുമല്ല ബാധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളായി പലതവണ കാരാട്ട് റസാഖ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് ഈ വിമർശനങ്ങളൊക്കെ കാരാട്ട് റസാഖിന് ശക്തമായ തിരിച്ചടി നൽകി എന്നുള്ളതാണ് ഈ അയോഗ്യനാക്കിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.